PSC ആസ്പിരൻസ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് നടക്കാൻ പോകുന്ന ഡേറ്റും അതിൻ്റെ ഹോൾ ടിക്കറ്റും ഒക്കെ നമുക്ക് വന്ന കാര്യങ്ങൾ എല്ലാ കുട്ടികളും അറിഞ്ഞിട്ടുണ്ടാവും. സോ മെയ് 2 നമ്മുടെ ഫസ്റ്റ് ടയർ വരുന്നത്. മെയ് 2 അപ്പോൾ ഈ മെയ് 2 ഹോൾ ടിക്കറ്റ് ഇന്നലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം നമുക്ക് വരാനായിട്ട് പോകുന്നത് മെയ് ഒരു മിനിറ്റ് അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് മെയ് 16 എക്സാം വരുന്നത്. അതില്ലാത്തവർക്ക് ജൂൺ 6 ഇങ്ങനെയാണ് നമുക്ക് ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ മെയ് 2 ഹോൾ ടിക്കറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതിനുശേഷം സെക്കൻഡ് തേർഡ് ഫേസിൽ വരുന്നവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻസൈറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്ക്രീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയൊക്കെ അറിയാം. പക്ഷേ എനിക്ക് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബിഗിനേഴ്സിനുള്ളതല്ല. ഇത് ഞാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു ആവറേജ് സ്കോർ മാർക്കിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. കാരണം ദർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. നമുക്കറിയാം ഒന്നും അറിയാത്ത ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് കുറച്ച് മാർക്കൊക്കെ ഒരു 30-40 വരെയൊക്കെ എത്താൻ നമ്മൾ ചിലപ്പോൾ കുറച്ച് ടൈം പഠിക്കുമ്പോൾ പറ്റും. പക്ഷെ അത് കഴിഞ്ഞൊരു 35 to 45 അല്ലെങ്കിൽ ഒരു 50ക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അവിടെ നിന്ന് പിന്നെ നമ്മളൊരു 55+ അല്ലെങ്കിൽ ഒരു 60+ കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആൻഡ് നമുക്കറിയാം ഒരുപാട് റിവ്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമുക്ക് ഈ വരുന്ന എക്സാം ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരുപാട് വേക്കൻസീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം വരുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 48-49 അല്ലെങ്കിൽ മാക്സിമം ഒരു 55 വരെയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കിടന്ന് ആയിട്ട് കിട്ടുന്ന മാർക്കുകളുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അവർ പാസ്സാവുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടാവുമല്ലോ. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് ഉറപ്പായിട്ടും ക്ലിയർ ആവും. എഴുതി കഴിഞ്ഞ് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം ദാറ്റ് ഓക്കെ നാളെ തൊട്ട് നമ്മൾ പ്രിലിംസിന് പഠിക്കുവാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു 60+ മാർക്സ് ആകണം. അപ്പോൾ ഈ പറയുന്ന 40s-നും 50s-നും ഇതിൻ്റെ റേഞ്ചിൽ കിടക്കുന്ന കുട്ടികൾക്ക് ഈ 60+ വരാൻ, അതായത് ഒരു 10-15 മാർക്സ് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന എങ്ങനെയാണ് സ്ട്രാറ്റജി എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനിപ്പം എന്നും ഒരുപാട് കാട് കയറി പഠിക്കാനല്ല ശ്രമിക്കുന്നത്. ഈ പറയുന്ന പോലെ ഇൻ കേസ് സപ്പോസ് സെക്കൻഡ് ഫേസിലാണെങ്കിൽ എനിക്ക് മെയ് 16 എക്സാം വരുന്നതെങ്കിൽ മെയ് 2 ആകുമ്പോൾ തന്നെ എന്തായിരിക്കും നമുക്ക് ഹോൾ ടിക്കറ്റ്സ് റിലീസ് ചെയ്ത് വരും. അപ്പോൾ ആ സമയത്ത് പാനിക്കായി കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മളെ പഠനം ഭയങ്കര മോശമായിരിക്കും. അപ്പം ബൈ മെയ് 2 ഞാൻ എന്തായിരിക്കണം നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു PSC ആസ്പിറൻ്റ് ആയിട്ട് ഇരിക്കണം. സോ ദാറ്റ് എനിക്ക് ബാക്കി ദിവസം നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ബൈ മെയ് 2 അടുത്തൊരു 10 ദിവസം നമുക്കൊരു കഷ്ടിച്ചൊരു 10 ദിവസത്തിൽ ഈ 10 ദിവസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 40-45-50 റേഞ്ചിൽ കിടക്കുന്ന ഒരു 60+ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പല പല സ്റ്റേജസ് ഓഫ് ലേണിങ്ങിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ആയിരിക്കും നിങ്ങളുടെ ടൈം ടേബിളും രീതികളും ആയിരിക്കും നിങ്ങൾ സ്യൂട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുക. പക്ഷേ എൻ്റെ ഈ രീതികളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാവുമെങ്കിൽ ഇറ്റ് വിൽ ഓൾസോ മേക്ക് മീ ഹാപ്പി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ കുറച്ചധികം മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ട്, ഓഫ്ലൈൻ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട്. എല്ലാ ദിവസവും പോകാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ സെൽഫ് സ്റ്റഡി ആയിരിക്കും. അപ്പോൾ ഈ പറയുന്നതിൽ മെയിനായിട്ട് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് MEM ആണ്. നമുക്കറിയാം മാത്സ്, മലയാളം, പിന്നെ ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്ട്സിനൂടെ 50 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ പൊതുവേ എൻ്റെ ഒരു റേഞ്ച് അനുസരിച്ച് എനിക്ക് 50-ലൊരു 40 മാർക്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു ഓൺ ആൻ ആവറേജ് പറഞ്ഞാൽ ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ 40ക്ക് മേളിലും പോകാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും മാർക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 60 പോകണമെങ്കിൽ ഒരു 20 എന്ത് ചെയ്യണം GKന്ന് തന്നെ കിട്ടണം അല്ലേ. ഇവിടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മേ ബി 40ക്ക് മേളിൽ കിട്ടും. പക്ഷേ എന്നാലും ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ഇനി GKയിലും വേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയും കൂടിയാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി കുറച്ച് GK ടോപ്പിക്സ് ഒക്കെ ഒരുവിധമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ചിലതൊക്കെ ഭയങ്കര പെൻഡിങ് കിടപ്പുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റേജ് അനുസരിച്ച് നമുക്ക് എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഡെയിലി ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MEMൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 50 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക.
അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്യും. അപ്പോൾ തന്നെ എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് ഞാൻ ഉടനെ തന്നെ സൊല്യൂഷൻ നോക്കി അത് മാത്രം എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ഈ MEM ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. അടുത്ത പിറ്റേ ദിവസം MEM ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും അതിൻ്റെ കിട്ടാത്ത ഉത്തരങ്ങൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഞാനൊന്നുകൊണ്ട് റിവൈസും കൂടെ ചെയ്ത് പോകാറുണ്ട്. അധികം സമയം നമുക്ക് എടുക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻസ് വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പോൾ വൊക്കാബ്സ്പീഡിയ അറിയത്തില്ലാത്തവർ ടെലിഗ്രാമിൻ്റെ ചാനലുണ്ട്, അവരുടെ ഗ്രൂപ്പിലകത്തുനിന്ന് കിട്ടിയതാണ് 2021 തൊട്ട് 25 വരെയുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും നടന്ന MEMൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കൊളേറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടും ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാത്തതുമായിട്ടുമുള്ള 2 സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. സൊല്യൂഷൻസ് ഒന്നുമില്ല, സൊല്യൂഷൻസ് കിട്ടാത്തത് ഞാൻ സ്വന്തമായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഞാൻ റിവിഷനാണ് ചെയ്യുന്നത്. എൻ്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 40 മാർക്സുള്ള എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. എനിക്ക് ഒരു മാർക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ പോകാൻ വേണ്ടിയാണ് ഈ പ്രാക്ടീസ് മാക്സിമം ചെയ്യുന്നത്. എസ്പെഷ്യലി മാത്സ് ഒക്കെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഒരുപാട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ആക്ച്വലി ഭയങ്കര സിമ്പിളായിരിക്കും. ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു സെക്ഷനിൽ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഇതിന് ശേഷം അപ്പോൾ ഈ ഫസ്റ്റ് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ചെയ്യുന്നത് വെച്ചാൽ PYQ പ്രാക്ടീസാണ്. അതായത് ഈ വരുന്ന 10 ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ PYQs ആണ് ഞാൻ ചെയ്യുന്നത്. ബേസിക്കലി PYQs ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ MEM കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് GK ഫോക്കസ് ചെയ്തിട്ടാണ്. GK ഫോക്കസ് ചെയ്ത് നമുക്കറിയാം, നമുക്കൊരു ഓർഡർ ഉണ്ട്. സിലബസിനകത്ത് കണ്ടിട്ടുണ്ടാകും ഹിസ്റ്ററി, ജിയോഗ്രഫി, പിന്നെ എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ് ആൻഡ് സയൻസ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അങ്ങനെ പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, IT. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ 2 വെച്ച് നമുക്ക് ഇങ്ങനെ കുറേ സെറ്റ് വരും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഏതെങ്കിലും 2 സബ്ജക്റ്റിൻ്റെ ഇഷ്ടമുള്ള ടോപ്പിക്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് റാൻഡമായിട്ട് ചെയ്യും. ഒന്ന് റിവിഷനൊന്നും ചെയ്യില്ല, വെറുതെ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ എനിക്ക് അറിയാവുന്ന ടോപ്പിക്കായിരിക്കും, അറിയാവുന്ന ടോപ്പിക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. അറിഞ്ഞുകൂടാതെ വരുന്ന ചില സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഒട്ടും പഠിക്കാത്ത സബ്ജക്റ്റുകളിൽ ചിലപ്പോൾ അറിഞ്ഞുകൂടാത്ത ടോപ്പിക്കുകളായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റേജ് നോക്കി, ഇമ്പോർട്ടൻസ് ഉള്ളത് നോക്കി ടോപ്പിക്കുകൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഞാൻ പഠിച്ചതാണെങ്കിൽ ഒരു റിവിഷനോ അറിഞ്ഞുകൂടാത്ത ടോപ്പിക്കുകളെ പറ്റി ചെറിയൊരു പരിചയമാവും. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് സ്ഥിരം ചോദ്യം വരുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഈ റിപ്പറ്റീഷൻ ഒരുപാട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് റിപ്പറ്റീഷൻ PYQs ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നാലും നമ്മുടെ GK സിലബസ് കുറേ സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് കുറേയൊക്കെ നമുക്ക് ബേസിക്കലി മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഏതെങ്കിലും 2 സബ്ജക്റ്റ്, ഫസ്റ്റ് ഡേ ഹിസ്റ്ററി, ജോഗ്രഫിയിൽ കുറച്ച് ടൈം സ്പെൻഡ്. അപ്പോൾ ഇതിലെനിക്ക് കിട്ടാത്ത പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതി നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ പാരലലി കൊണ്ടുപോകും. അപ്പം അഡീഷണലി കിട്ടുന്ന ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് ഞാൻ നോട്ട്സിൽ ജനറലി നമുക്ക് സംഭവം പഠിക്കുമ്പോൾ കിട്ടാത്ത കുറച്ച് ടോപ്പിക്കുകളോ പോയിന്റുകളോ ഒക്കെ ഞാൻ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഒരിടത്ത് എഴുതി വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്പോർട്സ് ആണ് ചെയ്തത്. സ്പോർട്സിൻ്റെ സൈഡൊന്നും എനിക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് വെയിറ്റേജ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാടൊന്നും അതിൽ അറിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്പോർട്സിൻ്റെത് വന്നപ്പോഴത്തേക്കും ആർട്സിൻ്റെ ഈ 2 ടോപ്പിക്കാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സ്പോർട്സിൽ ഒളിമ്പിക്സ് ആണ് നോക്കിയത്. ഓക്കെ, ഒളിമ്പിക്സ്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അതിൽ PYQ നോക്കി ചെയ്തു. PYQ ചെയ്തിട്ട് അതിൽ നിന്ന് കുറേ പോയിന്റ്സ് എനിക്ക് കിട്ടി. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ നോട്ട്സൊക്കെ ഒന്ന് ഉണ്ടാക്കി കുറച്ച് ജസ്റ്റ് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യില്ല, കുറച്ചൊന്ന് റഫായിട്ടുള്ള ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള, ഫോർ എക്സാമ്പിൾ ഒളിമ്പിക്സ് നടക്കുന്ന ഏതൊക്കെ വർഷങ്ങളിലാണ്, പിന്നെ ഏതൊക്കെയാണ് അതിൻ്റെ വെന്യൂസ് വരുന്നത്, മോട്ടോ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ സിമ്പിൾസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എത്ര മെഡൽസ് കിട്ടി, പ്രൈസ് കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ച് പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഇനി പുതിയതായിട്ട് പഠിക്കുന്ന ഈ ചെറിയ ചെറിയ ടോപ്പിക്കുകളെല്ലാം കൂടെ ഒരു നോട്ടിൽ വയ്ക്കും. അപ്പോൾ എനിക്ക് എക്സാം ടൈം ആകുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ നോട്ടും എടുത്ത് വായിക്കേണ്ട, അറിഞ്ഞുകൂടാതെ നമ്മൾ പഠിച്ചു വെച്ച ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ അതൊരു നോട്ടിൽ എഴുതുന്നതാണ് എപ്പോഴും ശാശ്വതമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ചെയ്യും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ തലേ ദിവസം ഈ പറഞ്ഞ പോലെ എക്കണോമിക്സും സിവിക്സും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എക്കണോമിക്സും സിവിക്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ എല്ലാം എനിക്ക് അറിയുന്നത് ഉണ്ടായിരിക്കില്ല, ചിലതൊക്കെ അറിയാത്തതായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ ഞാൻ പുതിയതായിട്ട് കിട്ടിയ ഒരു ചെറിയ ടോപ്പിക്ക് ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ആ നോട്ടിൽ
എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ നോട്ട്സ് ഒന്ന് ഓടിച്ച് വായിച്ച് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ച് നോക്കുക. അതിനൊന്നും ഒരുപാട് സമയം നമുക്ക് എടുക്കത്തില്ല. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇന്നലത്തെ ഒന്നും കൂടെ റിഫ്രഷ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മെമ്മറി കിട്ടും. അപ്പം എല്ലാ ദിവസവും പഠിച്ച് ഇതുവരെയുള്ള എല്ലാം റിവൈസ് ചെയ്യില്ല, തലേന്ന് പഠിച്ച് ഇന്ന് ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, പുതിയ PYQ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് PYQൻ്റെ ഞാൻ എഴുതിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് PYQസിൻ്റെ ഞാനൊരു ബുക്സ് മേടിച്ചിട്ടുണ്ട് സെറ്റ്, അതും വൊക്കാബ്സ്പീഡിയയുടെ ആണ്. അപ്പോൾ വൊക്കാബ്സ്പീഡിയയുടെ 3 വോള്യൂംസ് ആയിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം ഒരുവിധം നമുക്ക് പഠിച്ച് കുറച്ച് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ഒരുവിധം അറിയാം. ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലൊരു പുസ്തകം തന്നെയാണ്. സൊല്യൂഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ അതായത് പേജിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ അവിടെ റെഫറും ചെയ്യാം. പക്ഷേ സൊല്യൂഷൻസ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അഡീഷണൽ റെഫറൻസ് റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് PYQ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു MEM സെഷൻ എടുക്കുന്നുണ്ട്. അതായത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എത്ര പഠിച്ചാലും നമുക്ക് കംപ്ലീറ്റ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് എനിക്കുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ ജെൻഡർ മാറുമ്പോഴുള്ള പേരുകൾ ഞാൻ ഫുള്ളി പക്കായിട്ടെല്ലാം പഠിച്ച് തീർത്തിട്ടൊന്നുമില്ല. എനിക്ക് ഇടയ്ക്ക് റിവിഷൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. കുറച്ച് പുതിയ കിട്ടുന്നതൊക്കെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ വിപരീതം വരുന്നത്, അങ്ങനെയൊക്കെ വരുന്ന ടോപ്പിക്കുകൾ ഞാനൊരു 10-15 മിനിറ്റ് മാക്സിമം എന്തെങ്കിലും കൊടുക്കും. പിന്നെ ഇംഗ്ലീഷിൽ വരുമ്പോൾ വൊക്കാബുലറി നമ്മൾ കുറേ പുതിയ വാക്കുകൾ, ആൻറ്റണിംസ്, സിനണിംസ്, ജസ്റ്റ് വാക്കുകൾ മീനിങ് പഠിക്കുള്ളൂ. അത് വെച്ച് തന്നെ നമുക്ക് ആൻറ്റണിംസും സിനണിംസും കിട്ടും. പിന്നെ ഇതിൽ തന്നെ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഈ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് എന്നൊക്കെ പറയുന്ന കളക്റ്റീവ് നൗൺസിൻ്റെ വാക്കുകൾ, പിന്നെ മെയിൽ ഫീമെയിൽ, ഇവിടെയും ജെൻഡർ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു 20 മിനിറ്റ്സ് ഒക്കെ കുറച്ച് നേരം കൊടുക്കും. ഇംഗ്ലീഷ് വൊക്കാബാണ് എൻ്റെ ഏറ്റവും വീക്ക് ആയിട്ടുള്ളൊരു സെക്ഷൻ. അപ്പോൾ അവിടെയാണ് എനിക്ക് മാർക്ക് പലപ്പോഴും പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. പിന്നെ മാത്സിൽ ഇതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു മാത്സ് റീസണിങ് മാത്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് 2-3 ടോപ്പിക്ക് പെൻഡിങ് ഉണ്ട്. മെൻസുറേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഡിങ്ങും ഡീകോഡിങ്ങും സീരീസും, ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ഇതെനിക്കൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് റാൻഡമായിട്ട് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ച ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു 30 മിനിറ്റ്സോളമൊക്കെ എനിക്ക് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ മാത്സ് ടോപ്പിക് വൈസ് ആയിട്ട്. അപ്പോൾ ആദ്യം എൻ്റെ മെയിൻ ഫോക്കസ് ഈ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1-2 കൂടി ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ അടുത്ത 2-3 ദിവസങ്ങളിൽ തീർത്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് MEM സെഷൻ. അപ്പോൾ ഇതിത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. ഇവിടെ ഞാൻ അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്യും. ഇതിന് ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഏകദേശം ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 വരെ മാക്സിമം കൊടുക്കുകയുള്ളൂ. കാരണം നമുക്ക് ബാക്കി പഠിക്കാനുള്ള സമയം വേണം. ഇവിടെ അതുപോലെ തന്നെ ഒരു 2 അവറിലപ്പുറം എന്തായാലും പോകില്ല. ഒരു സബ്ജക്റ്റിൽ ഒരു 30 മിനിറ്റ്സ് പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കാൻ ഒരു 15-20 മിനിറ്റ്സ് ആ രീതിക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏർലി മോർണിംഗ് തന്നെ ഞാൻ തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അടുത്തത് റിവിഷൻ ഓഫ് ലേൺഡ് ടോപ്പിക്സ് ആണ്. അതായത് ഞാൻ കോച്ചിങ്ങിന് പോകുന്നതുകൊണ്ട് തന്നെ കുറേ ടോപ്പിക്സ് ഒക്കെ കവർ ആയിട്ടുണ്ട്. കുറേ പഠിച്ച് മറന്ന കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമുക്ക് പലപ്പോഴും പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അയ്യോ പഠിച്ചതാണല്ലോ, ഓർമ്മയില്ലാത്ത ഒരു രീതിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുവരെ പഠിച്ച എല്ലാ നോട്ട്സും എനിക്കൊന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ട്. ഒരറ്റത്ത് നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് റിവിഷൻ ചെയ്ത് പോകണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡെയിലി എന്ത് ചെയ്യും, ഒരു 1 അവറോളം ജസ്റ്റ് എൻ്റെ നോട്ട്സ് വായിക്കാൻ വേണ്ടി മാത്രം, വായിക്കാനും റീകളക്ട് ചെയ്യാനും, ചിലപ്പോൾ ഓർമ്മിച്ചൊക്കെ എടുക്കാനോ അങ്ങനെ റിവിഷൻ ചെയ്യാനായിട്ട് ഇതിന് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡും ഈ സിലബസിൻ്റെ ഓർഡറിൽ അങ്ങ് പോവുക എന്നുള്ളതാണ്. ഇത് ഹിസ്റ്ററിയിൽ എനിക്കിപ്പം ഞാൻ ആകെ പഠിച്ചത് ആഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് ഞാൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ജോഗ്രഫിയിൽ വരുമ്പോൾ ബേസിക് ജോഗ്രഫിയിലെ കുറച്ച് ടോപ്പിക്കുകളുണ്ടായിരുന്നു, അത് ഞാൻ ഓടിച്ചൊന്ന് വായിക്കും. അങ്ങനെ ആ ഓർഡറിലായിരിക്കും തീർത്ത് പോകുന്നത്. അപ്പോൾ മേ ബി ഒരു 5 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് എൻ്റെ നോട്ട്സ് ഒക്കെ തീരും. അപ്പോൾ അടുത്ത 5 ദിവസം വീണ്ടും ഞാൻ ഇതേ ഓർഡറിൽ വീണ്ടും വരും. അപ്പോൾ 2 റിവിഷനാവും എൻ്റെ കയ്യിലുള്ള നോട്ട്സിന്. അപ്പോൾ അതാണ് ഒരു 1 അവർ ഞാൻ പഠിച്ച ടോപ്പിക്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെയുള്ളതെല്ലാം റിവിഷൻ ചെയ്ത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പുതിയ ടോപ്പിക്സ് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇത് രാവിലെ ഏകദേശം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം രാവിലെ ഒരു നേരത്തെ എണീറ്റ് ഒരു 2 അവറൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് മോസ്റ്റ് പ്രോബ്ലി ഞാൻ ചെയ്യുന്നത് ഇതാണ്, കറണ്ട് അഫയേഴ്സ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ SSC വാലയുടെ ഹിന്ദി ചാനലുണ്ട്.
അപ്പോൾ അവർ SSCക്ക് വേണ്ടി പഠിപ്പിക്കുന്നവരാണ്. എനിക്ക് ഹിന്ദി ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഹിന്ദിയിൽ അവരുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് കേൾക്കാറുണ്ടായിരുന്നു. അതായത് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ കോച്ചിങ് എടുത്തിട്ടും എനിക്ക് വലിയ മാർക്ക് വ്യത്യാസം വരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഡെയിലി കുക്കിംഗ് ഒക്കെ ചെയ്യേണ്ട സമയം രാവിലെ ഒരു 1.5 hours ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് സമയം നഷ്ടമാവുന്ന പോലെ എനിക്കൊരു ഗിൽറ്റ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കറണ്ട് അഫയേഴ്സ് കേൾക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയാലായി. പിന്നെ അതിൽ തന്നെ അവർ ഈ മാമിൻ്റെ കൃതി എന്ന് പറയുന്ന മാമിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ഇവർ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു കറണ്ട് അഫയേഴ്സ് എന്നാൽ അതുമായിട്ട് അസോസിയേറ്റ് തന്നെ സ്റ്റാറ്റിക് GK അവർ റിവിഷൻ ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് പരിചയം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഒരു ഗിൽറ്റും ഇല്ല, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ഞാൻ ടൈം വേസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു തോട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഇത് കേൾക്കുന്നത്. പക്ഷേ ഇത് ഒരു ലോങ് റണ്ണിൽ ഞാനിപ്പോൾ ഒരു 2 months ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കാണുന്നുമുണ്ട്. അപ്പോൾ അത് നല്ലൊരു പ്രാക്ടീസാണ്, പറ്റുന്നവരൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമുക്ക് ഈ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്, കുക്കിംഗ്, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് ലേഡീസിനൊക്കെ ഇത് മെയിൻലി യൂസ്ഫുൾ ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടൈം കിട്ടുന്ന പോലെ പുതിയ ടോപ്പിക്സ്, അതായത് എനിക്ക് കുറച്ച് ടോപ്പിക്സുകളൊക്കെ ഇനിയും പെൻഡിങ് ഉണ്ട്. ഒരു സബ്ജക്റ്റും ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇനിയും പെൻഡിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹൈ വെയിറ്റേജ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തീർക്കാനുള്ള ടോപ്പിക്കുകൾ ഞാൻ പഠിച്ച് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യില്ല. ഒരു 1 hour കൂടുതലൊന്നും പഠിക്കാനായിട്ടിരിക്കില്ല. ഒരു 4:30, കാരണം എനിക്ക് അറ്റൻഷൻ സ്പാൻ കുറച്ച് കുറവാണ്. ഒരുപാട് ടൈമൊന്നും എന്നെ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരു 30 minutes കഴിയുമ്പം തന്നെ എനിക്ക് സാച്ചുറേറ്റഡ് ആയിട്ട് ഞാൻ നിർത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് നോട്ട് വെച്ചാണോ പഠിച്ചത് PDF ആയിട്ടുണ്ടെങ്കിൽ ആ PDF ഞാൻ ജെമിനിയിലെ ചാറ്റ് ബോട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലുമായിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഞാനൊരു പ്രോംപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് പറ്റിയ കുറേ PSC ലെവലിലെ ക്വസ്റ്റ്യൻസ്, നമുക്ക് മാച്ച് ദ ഫോളോയിങ്, ക്രോണോളജിക്കൽ ഓർഡർ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, ട്രൂ ഓർ ഫോൾസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പഠിച്ച ക്വസ്റ്റ്യനിൽ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചത് മനസ്സിലായോ, നമുക്ക് ആക്ച്വലി ഓർമ്മയുണ്ടോ എന്നൊക്കെയുള്ള റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് പുതിയ ടോപ്പിക്സ് പഠിക്കുന്നത്. ഇതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടും ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് ഇതുപോലെ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ഓടിച്ച് റിവിഷൻ ചെയ്യുക. കാരണം നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം ഇന്ന് റിവിഷൻ ചെയ്യില്ലെങ്കിൽ അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പുതിയതായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ പിറ്റേ ദിവസങ്ങളിൽ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ കോച്ചിങ് ക്ലാസ്സസിന് പോകുന്നു ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും പറ്റത്തില്ല. അപ്പോൾ കോച്ചിങ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇത്രയും പോർഷൻസ് എങ്കിലും തീരുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അവിടെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് റിവിഷനോ ക്ലാസ്സോ ഒക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നുള്ളത്. അപ്പോൾ ബാക്കി മെയിനായിട്ടും ഈ പറഞ്ഞ MEMഉം PYQും MEM സെഷനും തീർക്കാനായിട്ട്, പിന്നെ കറണ്ട് അഫയേഴ്സ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഞാൻ ഡെയിലി തീർക്കാറുണ്ട്. പിന്നെ പുതിയത് പഠിക്കുന്നതും റിവിഷൻ ചെയ്യുന്നതും ഒക്കെ കൂടുതൽ ടൈം കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ അടുത്ത 10 days ആണ് കേട്ടോ, 10 days. അതായത് എനിക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് എൻ്റെ വീക്ക് ഏരിയാസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് IT എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒരു 70% കംപ്ലീറ്റ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ IT കുറച്ചുകൊണ്ട് പഠിക്കാൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൽ കുറേയൊക്കെ എനിക്കറിയാം, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അത്, പിന്നെ ഹിസ്റ്ററി ഒരു വലിയൊരു പോർഷൻ എനിക്കുണ്ട്, ഒട്ടും ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഏരിയയാണ്. പക്ഷേ ഹൈ വെയിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് പഠിക്കണമെന്നുണ്ട്. പിന്നെ സിവിക്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻസ് ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല. ഒരു മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു രീതിയാണ്. ജിയോഗ്രഫി എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്നാലും അതും ഈ പറഞ്ഞ പോലെ ഒരു മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കണം എനിക്ക്. അപ്പോൾ അതിന് പറ്റുന്ന പോലെ 10 ദിവസം കൊണ്ട് ഫോക്കസ് ചെയ്യുക. ഇതാണ് മെയിനായിട്ടും 10 ദിവസം കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ PYQ ചെയ്യുമ്പോഴും പിന്നെ റിവിഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ 3 സബ്ജക്ട്സും ഒന്ന് തീർക്കുക, പിന്നെ മാത്സിൽ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കും തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റ്ലി നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മളൊരു 10 ദിവസത്തേക്ക് ഇത് ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് നമ്മൾ ബൂസ്റ്റായി തന്നെ കിട്ടും. May 2nd നമുക്ക് ഹോൾ ടിക്കറ്റ് വന്നാലും വി വിൽ ബി കോൺഫിഡൻറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് എന്തുണ്ട്, വീണ്ടും ഒരു 10 ദിവസം കിട്ടും. ആ 10 ദിവസം ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആ 10 ദിവസം ഇങ്ങനെ ആയിരിക്കുമോ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിത് അടുത്ത 10 ദിവസത്തേക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരുമായിരിക്കും. കാരണം ഞാനൊരു 2 weeks അല്ലെങ്കിൽ 3 weeks എങ്കിലും കൂടുമ്പോൾ എൻ്റെ സ്ട്രാറ്റജി മാറ്റുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഞാൻ പഠിക്കുന്നതനുസരിച്ച് എനിക്ക് മാറ്റങ്ങൾ വരും. അപ്പം പഴയ മെത്തേഡ്സ് എനിക്ക് യൂസ്ലെസ് ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാണ് ഞാൻ മിക്കവാറും 2 weeks കൂടുമ്പോൾ പഠിക്കുന്നത്. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സാണ്.
അപ്പോൾ ആ സമയത്ത് മെയ് 2 ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തായാലും ഈ 10 ഡേയ്സ് കഴിയുമ്പോൾ എൻ്റെ ഒരു ചേഞ്ച് ഓഫ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ്റെ നിലവാരം ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ഒരു ചേഞ്ച് ഓഫ് സ്ട്രാറ്റജി ചിലപ്പോൾ പിടിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു. മാക്സിമം നന്നായിട്ട് പഠിക്കാം. പഠിക്കുന്നവർക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. നല്ലൊരു മാർക്ക് എയിം ചെയ്ത് തന്നെ പഠിക്കാം. സോ ദാറ്റ് അടുത്ത വരുന്ന റാങ്ക് ലിസ്റ്റിൽ, ടോപ്പ് റാങ്ക്സിൽ നമ്മളും ഉണ്ടാവട്ടെ. എത്രയും വേഗം തന്നെ എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ. സോ ഗുഡ് ലക്ക് ടു ഓൾ ആസ്പിരൻസ്. താങ്ക് യു.